ഇന്നലെ വൈകുന്നേരം 24 ചാനലിൽ ഒരു വലിയ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് മുന്നായിട്ട് വലിയൊരു ഇൻട്രോ, ആങ്കർ വളരെ ശക്തമായിട്ടൊരു ഇൻട്രോ ഉണ്ടായിരുന്നു. ആ ഇൻട്രോ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ഒരു ഇൻട്രോ ആണ്. ഇന്നലെ ചർച്ച കണ്ടിരുന്നു. വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതല്ല, വലിയ രീതിയിൽ വിവാദമാകുമെന്നും ഇത് വലിയ ചർച്ചയാകുമെന്നും അതിലൂടെ എനിക്ക് വലിയ സെലിബ്രിറ്റി ആകാമെന്നും കരുതിയ ഒരു അവതാരിക നടത്തിയ ചർച്ചയാണ്. സ്വാഭാവികമായിട്ട് 24 ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞ ശ്രീകണ്ഠൻ നായർ സാർ നേതൃത്വം കൊടുക്കുന്ന 24 ചാനൽ ഒരു പലപ്പോഴും ഇടതുപക്ഷ സ്വഭാവം കാണിക്കുന്ന ചാനലായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ റിപ്പോർട്ടർ TV വന്ന് അവർ പക്ക കൈരളിയേക്കാൾ വലിയ ഇടതുപക്ഷമായി മാറിയപ്പോൾ 24 നിലപാടുകളിലൊക്കെ ഇച്ചിരി വെള്ളം ചേർത്തു. നിലപാടുകൾ ഈ തീവ്ര ഇടത് അനുഭാവത്തിനോടൊക്കെ ഇച്ചിരി വെള്ളം ചേർത്തു. UDF സർക്കാർ അധികാരത്തിലെത്തിയോടുകൂടി ഒരു ന്യൂട്രൽ ലൈനിലൊക്കെ പിടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന 24ന്റെ സ്റ്റാർ അവതാരകൻ, അവരുടെ ഡെസിഗ്നേഷൻ ബേസ് എങ്ങനെയാണെങ്കിലും ശ്രീകണ്ഠൻ നായർ കഴിയാൻ ഹാഷ്മിയാണ് 24ന്റെ ഫേസും. ആളുകൾ ഹാഷ്മിയുടെ ചർച്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് 24 കാണുകയും ചെയ്തത്. അപ്പോൾ അവിടെ സീനിയറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എങ്കിൽ പോലും അതിൽ ജനങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫേസ് ആയിട്ട് കാണുന്നത് ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞാൽ 24ന്റെ ഫേസ് ഹാഷ്മി താജ് ഇബ്രാഹിമാണ്. അപ്പോൾ ഹാഷ്മി നല്ല ഭംഗിയായി ചെയ്തു പോകുന്ന ഒന്നാണ് ഈ സന്ധ്യാസമയത്ത് ആ ചർച്ച. അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പുതിയൊരു പെൺകുട്ടി അവിടെ അവതാരികയായിട്ട് ജോയിൻ ചെയ്തു. ഈ കുട്ടി കൈരളി TVയിലെ പല ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ കൈരളി TVയിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു പരിചിതമായ മുഖങ്ങളിൽ ഒന്നാണ്. ആ കുട്ടിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തത്, ആ ചർച്ചയിൽ തന്നെ രാജു P. നായർ, കോൺഗ്രസിൻ്റെ വക്താവായി വന്ന രാജു P. നായർ ഈ പെൺകുട്ടിയുടെ പേരെന്തോ തെറ്റിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ പേര് അതല്ല, ഇതാണ്, ഇത് കറക്റ്റായിട്ട് പറയണം, ഇല്ലെങ്കിൽ എന്നാലേ നാളെ മുതൽ നിങ്ങളുടെ സൈബർ വെട്ടുക്കൾ കൂട്ടത്തിൽ എന്നെ ട്രോളാൻ പറ്റുള്ളൂ എന്നാ കുട്ടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പേര് പറയാൻ സൈബർ വെട്ടുക്കളി കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്, നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നിൻ്റെ കാലത്ത് അത്ര മനോഹരമായ ഒന്നല്ല. ഒരു ചാനലും നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ മാധ്യമങ്ങൾക്കും അവരുടേതായ പക്ഷമുണ്ട്, അവരുടേതായിട്ടുള്ള ഐഡിയോളജി ഉണ്ട്, അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്. ഈ ഹാഷ്മി താജ് ഇബ്രാഹിം ഒരു പഴയ SFI കാരനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പത്തല കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ. എന്നാൽ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഈ 24 ചാനൽ ഇടതുപക്ഷത്തിനൊപ്പം എന്ന് പറയുമ്പോഴും ഹാഷ്മിയുടെ പല ചർച്ചകളും, ഹാഷ്മിയുടെ പല ഇൻട്രോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വലിയ രീതിയിൽ ക്ലിക്കാക്കിയെടുത്തത് ഹാഷ്മിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ളവരൊക്കെ ഇൻട്രോ പറയുമ്പോൾ അവരുടേതായ രീതി, ഹാഷ്മിയുടെ ഒരു രീതി, ഹാഷ്മിയുടെ ഒരു ആവേശം, വാക്കിന്റെ ഒഴുക്ക്, അതിൻ്റെ ഇടയിൽ ചേർക്കുന്ന സാർ വിളി, അത് ആ ചർച്ചയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഭയങ്കരമാണ്. ഈ ഇൻട്രോ കാണാൻ വേണ്ടി മാത്രം 24ന്റെ ആ ഇൻട്രോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഹാഷ്മിന് എന്തായിരിക്കും ഇൻട്രോ പറഞ്ഞത് എന്ന് കാണാൻ വേണ്ടി മാത്രം നമ്മൾ അതിൻ്റെ റീലുകളൊക്കെ തപ്പിപ്പോകുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ കലൂർ സിഗ്നലിൽ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയി ഒരു ആവശ്യത്തിൽ നിന്ന് ഒതുക്കി നിർത്തിയപ്പോഴാണ് നോട്ടിഫിക്കേഷനിൽ ഈ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കിയപ്പോൾ ആദ്യം ഈ 24ന്റെ ഈ ഇൻട്രോയുടെ റീല് വരികയാണ്. അപ്പോൾ ഞാനത് കണ്ടു. ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ പെൺകുട്ടി ഇത് എന്താണ് ഈ പറയുന്നത്? ഒന്നാമത് ഹാഷ്മി എങ്ങനെയാണോ അത് ചെയ്യുന്നത് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അനുകരണം നല്ലതാണ്, നല്ലതിനെ അനുകരിച്ചാൽ അത് നല്ലതാണ്. അപ്പോൾ ഹാഷ്മി ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഇത് ശരിയാണോ സാർ എന്നൊക്കെ ചോദിച്ച് ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഭയങ്കര രീതിയിലുണ്ട്. ഇത് കണ്ടപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ സന്തോഷ് പണ്ഡിറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ രണ്ടുപേരെ കുറ്റം പറയല്ല. സന്തോഷ് പണ്ഡിറ്റ് സിനിമ സംവിധാനം ചെയ്യുന്നു, അഭിനയിക്കുന്നു, ക്യാമറ ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മോഹൻലാൽ എന്നാൽ നടനാണ്. അദ്ദേഹം ഒരിക്കലും ഒരു സിനിമ ചെയ്തൊരു അബദ്ധം കാണിച്ചെങ്കിൽ പോലും, ഡയറക്റ്റ് ചെയ്തൊരു അബദ്ധം കാണിച്ചെങ്കിൽ പോലും മോഹൻലാൽ എന്നുള്ള മഹാനടനാണ്. ആ മോഹൻലാൽ അഭിനയിച്ചു വെച്ചിരിക്കുന്ന ഒരു വേഷം, അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ആക്ഷൻ സിനിമ നരസിംഹം എന്ന് പറയുന്ന മൂവി, അല്ലെങ്കിൽ നരൻ എന്ന് പറയുന്ന ഒരു സിനിമ സന്തോഷ് പണ്ഡിറ്റ് ചെയ്താൽ അതെങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കി. അതുപോലെയാണ് ആ പെൺകുട്ടി ഇൻട്രോ പറയുന്നത്. നമുക്ക് ആ കുട്ടിക്ക് ടാലൻ്റ് ഉള്ള കുട്ടിയാണ്, ജേർണലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് വല്ലാത്ത ഇടതു സ്നേഹം ഉള്ള കുട്ടിയാണ്. അത് പക്ഷേ ആ കുട്ടിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ആകാം, ആ കുട്ടി വളർന്നു വന്ന രീതി, അദ്ദേഹത്തിൻ്റെ കലാലയത്തിലെ രാഷ്ട്രീയമാകാം, ആ കുട്ടി ജോലി ചെയ്തിരുന്ന പാർട്ടി ചാനലിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായി കുറേ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയപ്പോഴാണ്, വിജയകുമാറൊക്കെ പോയപ്പോഴാണ് ഈ കുട്ടിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി വരുന്നു, മോഹൻലാൽ വന്ന് ഇപ്പോൾ നരസിംഹ സിനിമയിൽ മണ്ണിൽ നിന്നും ജാലകണക്കെ പൊങ്ങിപ്പൊങ്ങുന്നേ നരസിംഹം എന്ന് പറയുമ്പോൾ മോഹൻലാൽ ഇങ്ങനെ മീശയൊക്കെ പിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നൊരു സീൻ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇത് നേരെ സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ മണ്ണിൽ നിന്നും ജാലകണക്കെ പൊങ്ങുന്നേ നരസിംഹം ഒന്ന് ചിന്തിച്ച് നോക്കിയേ.
ആ ഒരു വിഷ്വലാണ് ഇന്നലെ എനിക്ക് ഈ കാണാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ ആ കല്ലൂർ മെട്രോ സ്റ്റേഷൻ്റെ സൈഡിൽ പാർക്കിംഗ് സ്പേസിലേക്ക് വാഹനം നിർത്തിയിട്ട് ഈ ചർച്ച കണ്ടു. അത് ഈ ചർച്ച കണ്ടു കഴിഞ്ഞപ്പോഴാണ് രാജു പി നായർ ഈ കുട്ടിയുടെ ഇൻട്രോയൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തു. കുട്ടി ഒന്നിനും തയ്യാറല്ല. അങ്ങനെ പോകുന്ന പോക്കിലാണ് ആ ചർച്ചയിൽ പറയുന്നത് കേട്ട് പേര് കറക്റ്റ് പറയണം നാളെ മുതൽ. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ ഈ ഇൻട്രോ എഴുതുമ്പോഴും, ഈ കുട്ടിയാണോ എഴുതിയെന്ന് എനിക്കറിയില്ല, ഇത് പറയുമ്പോഴും ഒക്കെ വൈറലാകണം, കോൺഗ്രസിന്റെ സൈബർ വിങ്ങിന് ഈ കുട്ടിയെ ട്രോളാൻ കിട്ടണം, അതിനുവേണ്ടി എന്ത് വിഡ്ഢിത്തരവും എന്തില്ലാക്കഥയും ഒരു മാധ്യമ പ്രവർത്തനം 24 പോലൊരു മുൻനിര മാധ്യമത്തിൻ്റെ പ്രൈം ടൈം ചർച്ചയിൽ വന്നിരുന്ന് പറയാൻ കാണിച്ച കുട്ടിയുടെ മനസ്സിനെ ഞാൻ അംഗീകരിക്കുകയാണ്. ഏത് രീതിയിൽ അംഗീകരിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഈ ഇമിറ്റേഷൻ വലിയൊരു കാര്യമാണ്. നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ സുജയ പാർവതിക്ക് കിട്ടുന്നൊരു ഇടമുണ്ട് കോൺഗ്രസ് സ്പേസിലെ കാര്യങ്ങൾ. അതായത് മുഴുവൻ ഇടതുപക്ഷ ആളുകളും ഒരു കാര്യം പറയുമ്പോൾ ഇപ്പുറത്ത് നിന്ന് കോൺഗ്രസിനെ അനുകൂലിച്ച് പറയുമ്പോൾ സ്മൃതി പരുത്തിക്കാട്, അപ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇപ്പുറത്തെ എല്ലാവരും കോൺഗ്രസ് അനുകൂലമായിട്ട് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടി ഞാൻ പറയുമ്പോൾ കിട്ടുന്ന സ്വാഭാവികമാണ്. ഇതിപ്പോൾ നമ്മൾ നേഷൻ ഫസ്റ്റ് ചാനലിൽ സംസാരിക്കുകയാണ്. ഒരു സമയത്ത് BJPയെയും ഇടതുപക്ഷത്തെയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു സോഷ്യൽ മീഡിയ സ്പേസ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ മുഴുവനായും UDFന്റെ കാര്യങ്ങളും ഇവരുടെ വിമർശനങ്ങളും പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ചാനലാണ്. അത് കൃത്യമായി നമുക്ക് വർക്കൗട്ടായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പല നേതാക്കന്മാരെ കാണുമ്പോഴും നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നമുക്ക് മറ്റു പല ബ്രാൻഡുകളിൽ നമുക്ക് ചാനലുകൾ ഉണ്ടെങ്കിൽ പോലും നേഷൻ ഫസ്റ്റ് ബ്രാൻഡിൽ പൊളിറ്റീഷ്യൻസിൻ്റെയും രാഷ്ട്രീയത്തെ നോക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് നേഷൻ ഫസ്റ്റിൻ്റെ പേരിലാണ്. അത് ആ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതല്ല ഈ ഇല്ലാ കഥകൾ വെറുതെ മാസാക്കി പറഞ്ഞാൽ ജനം സ്വീകരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഹാഷ്മിയുടെ ഇൻട്രോകൾ ഇത്ര ആളുകൾ ഇഷ്ടപ്പെടുന്നത്? അത് ഹാഷ്മി വയനാട് ദുരന്തം വന്ന സമയത്ത് ഹാഷ്മിയുടെ ഇൻട്രോ ഇപ്പോഴും നമ്മുടെ നെഞ്ചൽ തട്ടുന്ന ഇൻട്രോ ഹാഷ്മിയുടേതായി കിടപ്പുണ്ട്. അത് ഓരോ വിഷയങ്ങളിലും, ഒരു നാടിനെ ബാധിക്കുന്ന കണ്ണീരിനെ ബാധിക്കുന്ന ഓരോ വിഷയങ്ങളിലുമായിരുന്നു ആ ഇൻട്രോകൾ ആളുകൾക്ക് കൊളുത്തിയത്. അല്ലെങ്കിൽ ജനം പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ പറഞ്ഞപ്പോഴാണ്. ഇന്നലെ ഈ പെൺകുട്ടി എടുത്ത ആ ഒരു ഇൻട്രോയിൽ VD സതീശൻ്റെ പത്രസമ്മേളനത്തിനെയും VD സതീശൻ്റെ ദാമോദര മേനോൻ എന്ന ജാതിവാലിനെയും ഒക്കെയാണ് ഈ കുട്ടി വിമർശിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 15 വർഷക്കാലത്തിനിടയിൽ ഉമ്മൻചാണ്ടിയും കൂടി ചേർത്ത് ഞാൻ പറയണം, ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയൻ്റെയും കാലഘട്ടത്തിൽ VD സതീശൻ നടത്തുന്നത് പോലെ ഒരു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേരളക്കര കണ്ടിട്ടില്ല. കാരണം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സംസാര രീതി വേറെയാണ്, അദ്ദേഹത്തിന് സംസാരിക്കുന്ന ശൈലി വേറെയാണ്. എന്ത് ചോദിച്ചാൽ അദ്ദേഹത്തെ പലരും കളിയാക്കി കണ്ടത്. ഒരു മിമിക്രി കലാകാരന് പോലും VD സതീശനെ അതിൻ്റെ അപരനാകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ രീതിയിൽ. ഇന്നലെ എന്ത് കൃത്യവും വ്യക്തവുമായിട്ടാണ് VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇന്നലേക്ക് മുമ്പ് മിനിഞ്ഞാന്നോ അതിൻ്റെ തലേന്നോ VD സതീശൻ മാധ്യമങ്ങളോട് ED റെയ്ഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം കഴിയുമ്പോൾ VD സതീശൻ വീണ്ടും കളവ് പറയുന്നവനായി മാറിയെന്നായിരുന്നു. കാരണം നമ്മളൊക്കെ ഇന്നലത്തെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം കഴിയുന്നത് വരെ വിശ്വസിച്ചിരുന്നത് ED ചോദ്യം ചെയ്ത കൂട്ടത്തിൽ പിണറായി വിജയനെയും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണ് ഈ പറയപ്പെടുന്ന മാധ്യമങ്ങളൊക്കെ വാർത്തകൾ നിരത്തിയത്, അല്ലേ? പക്ഷെ പിണറായി വിജയൻ എന്നോട് ഒരു അക്ഷരം പോലും ചോദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ മകളെ തിരക്കിയാണ് വന്നത്. അതിൽ രാജു പി നായർ ഒരു പോയിന്റ് പറയുമ്പോൾ അതിൽ നിന്ന് ഈ പെൺകുട്ടി വളരെ വിദഗ്ധമായി ചർച്ചയെ വ്യതിചലിപ്പിച്ച് ഇടതുപക്ഷ പ്രതിനിധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ ചോദ്യം ഇതായിരുന്നു: AKG സെന്ററാണ് വീണ വിജയന്റെ ഔദ്യോഗികമായ രേഖകളിലെ അഡ്രസ്. ED AKG സെന്ററിൽ എന്തുകൊണ്ട് റെയ്ഡ് ചെയ്തില്ല എന്നൊരു ചോദ്യമുണ്ട്. അത് BJP CPM സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ടാണോ എന്ന് രാജു പി നായർ ചോദിക്കുമ്പോൾ ഒരു മൂളൽ മാത്രം മൂളിയിട്ട് ഈ പെൺകുട്ടി കൊണ്ടുപോവുകയാണ്, മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകണം. നോക്കൂ, ഈ കുട്ടിയുടെ പ്രശ്നം എന്താ? ഒരു മാധ്യമ പ്രവർത്തക എല്ലാം അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും ഈ ED റെയ്ഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചപ്പോൾ VD സതീശൻ തിരിച്ചു ചോദിച്ചു, ഇതുവരെ ഉറങ്ങുകയായിരുന്നോ? ഇതിന് ഞാൻ മറുപടി പറഞ്ഞതല്ലേ? അദ്ദേഹം 1 മണിക്കൂർ എടുത്ത് വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ് അവസാനം മലയാളത്തിൽ പറഞ്ഞു, പിന്നെ ഇംഗ്ലീഷിലും പറഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യം വരുന്നത്. അദ്ദേഹം പതുക്കെ അവിടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. പതിവിലും ഒരു ചെറിയ ദേഷ്യമുള്ള ചിരി തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നത്. ആ ദേഷ്യം കാണിക്കുന്നില്ല. കാര്യം VD സതീശൻ എന്ന് പറയുന്ന ആൾ, ഇവർ മനസ്സിലാക്കേണ്ടത്, VD സതീശൻ എന്ന് പറയുന്ന ആള് പറവൂർ മാർക്കറ്റിൽ പച്ചക്കറി വിൽക്കുന്ന ആളല്ല. VD സതീശൻ എറണാകുളം മാർക്കറ്റിൽ ചിക്കൻ വിൽക്കുന്ന ആളല്ല. ആണോ? VD സതീശൻ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ല. ഇനി VD സതീശൻ ഒരു MLA മാത്രമല്ല. VD സതീശൻ ഈ സംസ്ഥാനത്തിന്റെ 14 ജില്ലകളുള്ള കേരളം എന്ന് പറയുന്ന ഈ മഹത്തരമായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നേ. അദ്ദേഹത്തിന്റെ ഓരോ സെക്കൻഡുകൾക്കും വിലയുണ്ട്, അല്ലേ? എപ്പോഴും ഈ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കലാണോ ഒരു മുഖ്യമന്ത്രിയുടെ പണി? അല്ല. ചെല്ലുന്നിടത്തും പോകുന്നിടത്തും അദ്ദേഹം എത്ര സരസമായി, എത്ര സീരിയസ് ആയി
സീരിയസ് ആയി സംസാരിക്കേണ്ടവയെ സീരിയസ് ആയും തമാശയ്ക്ക് സംസാരിക്കേണ്ടവയെ തമാശയായും സംസാരിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ സ്വാഭാവിക ഒരു മാധ്യമ പ്രവർത്തക ഏറ്റവും അവസാനം ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ ഉറങ്ങുകയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പതുക്കെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി CG കടക്കലിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ഈ മാധ്യമങ്ങളുടെ ഫീഡിൽ തന്നെയുണ്ട്. ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഈ പെൺകുട്ടി ഇന്നലത്തെ ആ ഇൻട്രോ, മഹാത്മ്യം പറഞ്ഞ പെൺകുട്ടിയുടെ ഇൻട്രോ, ഇന്ന് രാവിലെ ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു കാർഡ് കണ്ടു, 24 ചർച്ചയുടെ ഇൻട്രോ നീക്കം ചെയ്തു. ഇത് കൊള്ളാലോ കളി. ഞാൻ ഈ ഇൻട്രോയുടെ റീൽ അപ്പോൾ തന്നെ രാഹുലിന് വാട്സപ്പ് ചെയ്തു. അതുകൊണ്ട് രാഹുലിനും കാണാൻ പറ്റില്ലെങ്കിൽ രാഹുലിനും അത് കാണാൻ പറ്റില്ലായിരുന്നു. ഞാൻ അന്നേരം രാഹുലിന് അയച്ച വാട്സപ്പ് മെസ്സേജിൽ നിന്ന് ആ ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ആകുന്നില്ല, അങ്ങനെ ഒരു ലിങ്ക് ഇല്ല. ഞാൻ വീണ്ടും 24ന്റെ ഫീഡിൽ പോയി, 24ന്റെ യൂട്യൂബിൽ പോയിട്ട് അതുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകളെല്ലാം കണ്ടു. ഇൻട്രോ ഉള്ള പോർഷനിൽ ഇൻട്രോ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ചർച്ചയിലേക്കാണ് പോയിരിക്കുന്നത്. വിഷയം പറയാം. കാരണം 24ന്റെ മാനേജ്മെന്റിന്, എഡിറ്റോറിയൽ ടീമിന് മനസ്സിലായി ഈ പറഞ്ഞത് മുഴുവൻ, ഈ ഇൻട്രോയിൽ പറഞ്ഞത് മുഴുവൻ ആ പെൺകുട്ടിയുടെ മാത്രം റീച്ചിന് വേണ്ടി എഴുതിയുണ്ടാക്കി പറഞ്ഞതാണ് എന്നുള്ളത്. VD സതീശന്റെ ജാതിവാലിനെ സംബന്ധിച്ച് കുട്ടി ചോദിക്കുകയാണ്, ഇതുവരെ ഇല്ലാത്ത ജാതിവാൽ എവിടെ നിന്ന് വന്നു? അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, EK നായനാരും EMS അടക്കമുള്ളവരുടെ ജാതിവാലം അത് നേരത്തെ ഇട്ടതാണ്. VD സതീശന്റെ അച്ഛൻ ജനിച്ചു മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം ദാമോദര മേനോൻ എന്നായി പോയതുകൊണ്ട് VD സതീശൻ അത് പറയേണ്ടി വന്നു. ഇനി മുഹമ്മദ് അസ്ലം എന്നായിരുന്നുവെങ്കിൽ VD സതീശന്റെ പേര്, എൻ്റെ അച്ഛൻ്റെ പേര് മുഹമ്മദ് അസ്ലം എന്നായിരുന്നുവെങ്കിൽ അദ്ദേഹം വടശ്ശേരി മുഹമ്മദ് അസ്ലം മകൻ സതീശൻ എന്നോ, അതല്ല ജോസഫ് ആയിരുന്നെങ്കിൽ ജോസഫ് ഓർത്തോഡോക്സ് എന്നോ, അല്ലെങ്കിൽ ജോസഫ് മർത്തോമാന്നോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ജോസഫ് മർത്തോമ മകൻ സതീശൻ എന്ന് പറഞ്ഞതിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വടശ്ശേരി ദാമോദര മേനോൻ എന്ന് തന്നെയാണ് ഒഫീഷ്യലിൽ. അതുകൊണ്ട് തന്നെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറയുന്നു. ഇനി MLA ആയപ്പോൾ ഇല്ലായിരുന്നല്ലോ, ഇല്ല. MLA ആവുന്നത് പോലെയാണോ മുഖ്യമന്ത്രി ആകുന്നത്? VD സതീശൻ ഇനി മുഖ്യമന്ത്രി ആകാൻ പറ്റുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? പക്ഷെ MLA ആകാൻ പറ്റുമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുണ്ട്. മുഖ്യമന്ത്രി ആകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഉറപ്പില്ല. അദ്ദേഹത്തിന് ഉറപ്പില്ല, പാർട്ടിക്ക് ഉറപ്പില്ല, ആർക്കും ഉറപ്പില്ല. ഇനി ഈ ഇത്രയും കാലത്തിനിടയിൽ എത്ര മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്? എത്രയോ കോടി ജനങ്ങൾ ജനിച്ചു മരിക്കുന്ന ഒരു നാട്ടിൽ ആ നാടിനെ നയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചിലർക്ക് മാത്രം പറ്റുന്ന ഒന്നാണ്. മുഖ്യമന്ത്രി ആകുമെന്ന് ഉറപ്പിച്ചിരുന്നിരുത്തുന്ന രമേശ് ചെന്നിത്തല ഇന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുന്നില്ലേ? അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ആകുമെന്ന് ഉറപ്പിച്ചെടുത്തുന്ന KC വേണുഗോപാൽ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ വലിയ അധികായൻ. അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തെ, ഇന്ത്യയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൈവെള്ളയിൽ വെക്കുമ്പോഴും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചോ? ഗൗരി അമ്മയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റിയിട്ടുണ്ടോ? സമ്മതിച്ചിട്ടുണ്ടോ ഇവര്? ശൈലജയ്ക്ക് പറ്റിയിട്ടില്ല. അത് വിട്, അതൊക്കെ ചെറിയ കഥ. ഞാൻ വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗൗരി അമ്മയൊക്കെ മുഖ്യമന്ത്രി ആകും. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഗൗരിക്കട്ടെ പഴയ മുദ്രാവാക്യമായിരുന്നു. നീ ഞാനും ഒക്കെ ജനിക്കുന്നവര് മുമ്പുള്ള മുദ്രാവാക്യമായിരുന്നു. അദ്ദേഹം അവർക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് മാരാരിക്കുളത്ത് തോറ്റുപോകുന്ന ആരെങ്കിലും കരുതിയതാണോ? ആണോ? അപ്പോൾ അങ്ങനെ എത്രയോ പേർ മുഖ്യമന്ത്രിക്ക് അർഹതയുണ്ടായിട്ടും മുഖ്യമന്ത്രിയാകാൻ പറ്റും. അങ്ങനെ ഒരു ജീവിതത്തിലെ അപൂർവമായ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് സ്മരിക്കുന്നതിൽ ആർക്കാണ് ഇത്ര പൊള്ളാൻ എന്ന് വിചാരിച്ച് വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശനാണ് എന്ന് കരുതി അദ്ദേഹത്തെ ഇവിടുത്തെ നായർ സമുദായം, മേനോൻ സമുദായം ആണോ എടുത്തു പിടിച്ചുകൊണ്ട് നടക്കുന്നത്? അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത് കോഴിക്കോട്ടെ കോയമാരും ഇവിടുത്തെ അച്ചായന്മാരുമാണ് അല്ലേ? എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ മതവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ? ഹൈന്ദവ മതത്തിൽ ജനിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന മനുഷ്യൻ തന്നെയാണ് അല്ലേ? അദ്ദേഹം മൂകാംബിക ദേവിയുടെ ഭക്തനാണ്, ഉപാസകനാണെന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ തന്നെ പറയുന്നത്. അദ്ദേഹം മൂകാംബികയിൽ പോയ ദൃശ്യങ്ങൾ, ഗുരുവായൂരിൽ പോയ ദൃശ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ സ്ഥിരമായി പോകുന്ന ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രത്തിൽ അദ്ദേഹം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ക്ഷേത്രവിശ്വാസിയാണ്. അദ്ദേഹം ക്ഷേത്രവിശ്വാസിയായിരിക്കുമ്പോൾ അദ്ദേഹം മതേതരത്വം എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശത്തെ മുറുകെ പിടിക്കുന്ന ആളാണ്. VD സതീശന് വേണ്ടി സംസാരിച്ചത് ഇവിടുത്തെ ക്രൈസ്തവ സഭകളും പാണക്കാട്ട് കുടുംബവും മുസ്ലിം ലീഗും ഒക്കെ തന്നെയാണേ അല്ലേ? ഇവിടുത്തെ NSS NDP ഒന്നും അല്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മതവിശ്വാസങ്ങളിൽ സമൂഹത്തിനോടൊപ്പം നിന്ന് ജാതിയോ മതമോ ചോദിക്കാതെ കൃത്യമായി സേവനം നൽകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വളരുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ജാതി വാൽ ചേർത്ത് അദ്ദേഹത്തെ ആക്ഷേപിക്കുക. അതൊരു പ്രമുഖ ചാനൽ ഇൻട്രോയിൽ അദ്ദേഹം കൃത്യമായി മാധ്യമങ്ങളെ നോക്കൂ, ചോദ്യം ചോദിക്കാൻ പേടിയായിരുന്നില്ലേ? TV പ്രസാദിനെ പോലെയൊക്കെയുള്ള 1-2 പേര് മാത്രമല്ലേ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ? അങ്ങനെ ഒരു ഇടത്ത് നിന്ന് പിന്നെ എവിടെ നിന്ന് വന്നു VD സതീശൻ ഈ ധാർഷ്ട്യം എന്നാണ് ചോദ്യം. VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ധാർഷ്ട്യം കുറച്ചതല്ലേ? പ്രതിപക്ഷ നേതാവായിരുന്നു VD സതീശൻ എങ്കിൽ ഇന്നലെ ഈ ഭാഷയിലല്ല മറുപടി പറയുക, ശരിയല്ലേ? പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ
കൈരളിൽ നിന്നും ദേശാഭിമാനിയിൽ നിന്നും 5 പേരെ വെച്ചിട്ട് ഇയാൾക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇറക്കി വിട്ടപ്പോൾ ദേശാഭിമാനിയുടെയും കൈരളിയുടെ ഒക്കെ കളിയൊക്കെ കയ്യെ വെച്ചാൽ മതി, ഇറങ്ങി പൊക്കോൺ പറയാൻ എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞൊരു പ്രതിപക്ഷ നേതാവിനെ നമുക്കറിയില്ലേ. മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ആ പോസ്റ്റിനനുസരിച്ച് അദ്ദേഹം മാറി. എപ്പോൾ മറുപടി പറയാനും എന്ന് എനിക്ക് തീരുമാനിക്കാനുള്ള അവസരം വേണമെന്ന് പറയുമ്പോൾ മൻ കി ബാത്തിൽ വന്ന് സംസാരിക്കുന്ന നരേന്ദ്രമോദിയോടും ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ എഴുതി വായിക്കുന്ന പിണറായി വിജയനോടും വി ഡി സതീശനെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെയല്ല, അദ്ദേഹം പറഞ്ഞത് കൃത്യമായി മുഖ്യമന്ത്രി മീഡിയയോട് സംസാരിക്കുന്നുണ്ട് അതാത് സമയത്ത്, ഇല്ലേ, ഒളിച്ചോടുകയല്ല. ഒരു ചോദ്യം ചോദിച്ച് അദ്ദേഹത്തെ ഒന്ന് പതറിച്ചിട്ട് ഈ ഇൻട്രോ അടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. വെറുതെ ഇത് കോൺഗ്രസിനോടുള്ള വിരോധമോ വി ഡി സതീശനോടുള്ള വിരോധമോ ജനങ്ങളോടുള്ള സ്നേഹമല്ല, അമിതമായ പിണറായി ഭക്തിയിൽ, അമിതമായ ഇടതുപക്ഷ ഭക്തിയിൽ നിന്നും ഉളവെടുക്കുന്ന അസ്വാരസ്യങ്ങളാണ്. സത്യം പറയാലോ, ഇലക്ഷൻ റിപ്പോർട്ടിൻ്റെ അന്നൊക്കെ ഇവിടെ 24 ആണ് ആ ഒരു പാറ്റേൺ കൊണ്ടുവന്നത്. വിജയകുമാറും ഹാഷ്മിയും ശ്രീകണ്ഠൻ നായരും ഒക്കെ കൂടെ ചേർന്ന് ആ ലൈവ് വളരെ മനോഹരമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ബിഗ് ടി വിയിൽ സുജയ പാർവതിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം, റിപ്പോർട്ടർ ഒരു സംഘം ഒക്കെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ 24-ലും ഈ പറയപ്പെടുന്ന ശ്രീകണ്ഠൻ നായരും ഹാഷ്മിയും ഈ പെൺകുട്ടിയും ചേർന്നിട്ടാണ് ഈ ഇലക്ഷൻ റിപ്പോർട്ടിൻ്റെ ലൈവ് റിപ്പോർട്ട്. ഞാൻ പലപ്പോഴും എന്തിനാണ് ഈ പെൺകുട്ടി അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? 24-ൽ എത്രയോ നല്ല അവതാരകരും നല്ല വാർത്താ അവതാരകരും ഒക്കെ ഉണ്ട്, അല്ലേ? എത്രയോ നല്ല വാർത്താ അവതാരകരും എത്രയോ നന്നായി സംസാരിക്കുന്ന ജേർണലിസ്റ്റുകളും 24-ലുണ്ട്. നമുക്കറിയാവുന്ന എത്രയോ പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ കുട്ടി അവിടെ പിടിച്ചത്? ഈ കുട്ടിക്ക് ആകെ ഉള്ളതിൽ കൈരളി ടി വിയിൽ പാർട്ടി സഖാക്കന്മാരെ സുഖിപ്പിക്കാനുള്ള കണ്ടന്റ് എഴുതി ഉണ്ടാക്കാനും അത് അടിച്ചു കയറ്റാനും അറിയാവുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടിയെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി മനോഹരമായ ഒരു പത്രസമ്മേളനം തീർന്ന ദിവസം അനാവശ്യമായ കുത്തിത്തിരിപ്പുകളുമായി കൊണ്ടുപോയി ഇടത് സൈബർ ഇടങ്ങളുടെ മാലാഖക്കുട്ടിയാക്കാം എന്ന് കുട്ടി കരുതിയെങ്കിൽ 24 രാത്രിയോടുകൂടി ആ ഇൻട്രോ വെട്ടി. 24-ൻ്റെ ഒരു വീഡിയോയിലും ഈ ഇൻട്രോ കാണുന്നില്ല. ഇതിനു മുമ്പ് അഖിൽ മാരാരുടെ ഇൻ്റർവ്യൂ ജനകീയ കോടതി ഈ പറയപ്പെടുന്ന അൺകട്ട് വേർഷൻ പുറത്തിറക്കിയതുപോലെ ദയവ് ചെയ്ത് ശ്രീകണ്ഠൻ നായർ സാർ നേതൃത്വം കൊടുക്കുന്ന 24 ചാനലിൽ ആ കുട്ടിയുടെ ഇൻട്രോ അടക്കമുള്ള വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യണം. ജനം തിരിച്ചറിയട്ടെ ഇവരുടെയൊക്കെ കപടമുഖം ജനം തിരിച്ചറിയണം.